പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ട് ചേർക്കും. പഴമക്കാർ പറയുന്നത് ഈ ഭക്ഷണത്തിലുള്ള പോയിസൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വീര്യം കുറേ പോകാൻ വേണ്ടിയിട്ടാണ്. ആ വിഷാംശങ്ങൾ ഇല്ലാതെയാക്കും. അതിന് മഞ്ഞളിന് വല്ലാത്ത കഴിവാണ്. അപ്പോൾ കേവലം കറിയിൽ ജസ്റ്റ് ഒന്ന് തൊടിച്ചു പോകാനല്ല, നമ്മുടെ ലൈഫിലേക്ക് മഞ്ഞൾ വരണം. വന്നാൽ കിട്ടാൻ പോകുന്ന 11ഓളം അത്ഭുത നേട്ടങ്ങൾ, ആരോഗ്യപരമായ നേട്ടങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ഈ മഞ്ഞൾ ഉപയോഗിക്കുന്നതിൽ, നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന മഞ്ഞളിൽ യഥാർത്ഥത്തിൽ മഞ്ഞളിൻ്റെ ഗുണമില്ല, അത് നഷ്ടപ്പെടുന്നുണ്ട്. എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? ഏത് മഞ്ഞൾപ്പൊടിയാണ് നല്ലത്, അതെങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ പൂർണ്ണ ഗുണം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക സന്തോഷം, ഇരുലോക ആഫിയത്ത് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട്, കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്നവരുണ്ട്, കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവരുണ്ട്, വലിയ മഹബ്ബത്തോടെ കൂടെ നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. നമ്മുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ടോപ്പിക്കാണ്. അതായത് നമ്മളുടെ അടുക്കളകളിൽ വളരെ സൈലൻ്റായിട്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, അതായത് മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, അതിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങൾ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോൾ കൈകാര്യം ചെയ്യുന്നത് മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? നല്ല കൂവത്തുള്ള ആരോഗ്യമുള്ള മുഅ്മിനെയാണ്. രോഗിയായി തളർന്നു കിടക്കുന്നവരെ അല്ല. എന്ന് പറഞ്ഞാൽ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് രോഗങ്ങളൊക്കെ അടിച്ചു ഫയർ ചെയ്ത് നമ്മൾ മാറ്റിക്കളഞ്ഞ് അത്യാവശ്യം എനർജിയായിട്ട് ഓടി നടക്കുന്ന അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അതിനൊരു പരിധി വരെ നമുക്ക് വലിയ ഗുണങ്ങൾ നൽകുന്ന, ഇപ്പം രോഗമൊക്കെ വന്നിട്ട് മൂഡ് ഓഫായി ക്ഷീണിച്ച് നീർക്കെട്ടൊക്കെ ബാധിച്ചിരിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി കൂട്ടാനും രോഗങ്ങളൊക്കെ പിഴുതു മാറ്റപ്പെടാനും കഴിയുന്ന അത്ഭുതകരമായ കഴിവുകൾ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ് മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, അതിൻ്റെ പൊടി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. എങ്കിൽ പോലും അതിൻ്റെ കൃത്യമായ ഉപയോഗം ശരിയാകാത്തത് കൊണ്ട് അതിൻ്റെ ഒരംശം പോലും ഫലം കിട്ടാത്ത തരത്തിൽ, ഫലത്തിലേറെ ദോഷങ്ങൾ വരുന്ന തരത്തിലാണ് ഇന്ന് നമ്മളുടെ അടുക്കളകളിൽ ഈ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ് നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടുന്ന മഞ്ഞൾ? ഏതാ? അത് എവിടെ നിന്നാണ് കിട്ടുക? അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക? ചെറിയൊരു ഡിസ്കസ് ഇവിടെ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. ഈ ഒരു ഇൻഗ്രീഡിയൻസ്, ഈ മഞ്ഞളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുർക്കുമിനാണ്. കുർക്കുമിൻ. ആ കുർക്കുമിൻ കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾക്ക് കയ്യും കണക്കില്ല. പക്ഷേ ഈ കുർക്കുമിൻ പാടെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചെറിയ പോയിന്റുകൾ മാത്രമുള്ള നിലക്കാണ് ഇന്ന് നമ്മളുടെ വീട്ടിൻ്റെ ബോട്ടിലിൽ നമ്മൾ വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ഞൾപ്പൊടി. അവിടെ പോയിന്റ്, അതൊന്ന് തിരുത്തണം ഇതിൻ്റെ കൂടെ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, ഈ മഞ്ഞൾ പൊടി അല്ലെങ്കിൽ ആ പൗഡർ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് മഞ്ഞൾ കൊണ്ടും അതിൻ്റെ മഞ്ഞൾ പൊടി കൊണ്ടും നാച്ചുറലാണെങ്കിൽ ഉപകാരം കിട്ടുന്നത് ഒരു 80% സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ഇതിൻ്റെ 80% ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അത്രയും ശതമാനം പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടാണ്. ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ അത്ഭുതകരമായി തീർത്തു തരാൻ നമ്മുടെ മഞ്ഞൾപ്പൊടിക്കാവും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട സംഗതിയാണ്. മാത്രമല്ല, രണ്ടാമത്തെ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പവർ അന്ന് നിർബന്ധമായിട്ട് നമുക്ക് വേണം. രോഗം അയൽവക്കത്തോട് പോകുമ്പോൾ ചാടി കയറുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അതിന് ഒരു പരിധി വരെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന സംഗതിയാണ് ഈ മഞ്ഞൾ. അതിനകത്ത് പ്രത്യേകിച്ച് കുർക്കുമിനൊക്കെ വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കൊറോണ കാലത്ത് ഹോസ്പിറ്റൽ കേസ് വളരെ കുറവായിരുന്നു. ഒന്നാമത് കൊറോണയെ പേടിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ പ്രശ്നമാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ സ്വയം നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് റെസ്റ്റ് എടുത്തു. പല രോഗങ്ങളും ജസ്റ്റ് 1-2 ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.
അത് നമ്മൾ തുടക്കം തന്നെ പോയിട്ട് ഇങ്ങനെ ഇതാക്കുന്നൊരു പ്രശ്നങ്ങൾ പലതും വരുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു പരിധിവരെ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കി കുടിച്ചാൽ പിന്നെ കൊറോണ ബാധിക്കില്ല എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ കേട്ടിട്ട് കുറച്ചൊക്കെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും അറിഞ്ഞോ അറിയാതെയും. അപ്പോൾ എങ്ങനെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇത് ഉപയോഗിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയാണ്, ഈ പലരും ചോദിക്കും ഉസ്താദ് ഈ മഞ്ഞൾപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ നല്ല എന്ന് പറയുന്നത് ശരിയാണ്, നല്ലതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ അളവ്, അതിൻ്റെ ക്വാണ്ടിറ്റി ഓവറാക്കാൻ പാടില്ല. ജസ്റ്റൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതും ഇങ്ങനെ എല്ലാ ദിവസവും ലൈഫ് ടൈം മുഴുവനൊക്കെ ഉപയോഗിക്കുക, അതും പറ്റില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് ഫ്രീ കൊടുക്കണം. ഏത് സംഗതിയും അങ്ങനെയാണ്, പതിവായിട്ടങ്ങനെ കൊണ്ടുപോവുക അത് വേണ്ട. പിന്നെ ചില ആളുകൾക്ക് അലർജി, ഇതിൻ്റെ പ്രശ്നമുള്ള ആളുകളുണ്ട്, ഉപയോഗിച്ചാൽ പ്രശ്നമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് മാറി നിൽക്കണം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ അത് ഏറ്റവും എഫക്റ്റീവാണ്. കുടൽ, മജ്ജ, അതേപോലെ തന്നെ പാൻക്രിയാസ്, അതേപോലെ തന്നെ പോസ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തുമുള്ള ക്യാൻസർ ബാധിക്കുന്ന അവസ്ഥ, അതിൽ നിന്ന് ഭയങ്കരമായ പ്രൊട്ടക്ഷൻ ഈ മഞ്ഞളിൽ നമുക്ക് തരാൻ പറ്റുമെന്നാണ്. നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മിൽ ഭൂരിഭാഗം ആളുകൾ, ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാവും അലർജിയുടെ ടെൻഡൻസി ഉള്ള ആളുകൾ. അതിന് രാവിലെ എണിച്ചിട്ട് കടകടകടാന്നിങ്ങനെ മൂക്കി തൊട്ടാ തുമ്മും, വെള്ളം എടുത്താൽ തുമ്മും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ അലർജിയുടെ ടെൻഡൻസി മാറ്റിത്തരാൻ ഈ മഞ്ഞളിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന കഴിവ് പോലെ വേറെ ഒന്നുമില്ല. എന്ത് മെഡിസിൻസ് എടുത്താലും സൈഡ് എഫക്റ്റ് വരും. ഇതൊന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞു പോകാം, അവസാനമായാലും മറന്നു പോയാലോ. ഈ മഞ്ഞൾപ്പൊടി, അത് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ വേണ്ടെന്ന് നമ്മൾ പറയും ലാസ്റ്റ്. അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടി നാച്ചുറലായിട്ട് എടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. പിന്നെ പറ്റുന്നവർക്ക്, അത് കുഴപ്പമില്ലാത്തവർക്ക് 1/2 ടീസ്പൂണൊക്കെ എടുക്കാം. അങ്ങനെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് അതിലേക്ക് നമ്മൾ തേൻ ചേർക്കുന്നു, നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നാവിലേക്ക് വെച്ചിട്ട് നുണഞ്ഞ് നമ്മൾ ബിസ്മില്ലിട്ട് ഇറക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം രാവിലെ ഉണ്ടാകുന്ന തുമ്മൽ, അലർജി പോലുള്ള സകല പ്രശ്നങ്ങളും ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ ഒരു 11 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ആകുമ്പോൾ ശരീരത്തിന് ശരിക്കും പിടിക്കുവാൻ മരുന്ന് ഉപയോഗിച്ച് നോക്കിയാൽ അത്ഭുതകരമായി മാറ്റം ഉണ്ടാകും. അതിന് ഈ മഞ്ഞൾപ്പൊടി ഒറിജിനലാകണം, നമ്മൾ പറയുന്നുണ്ട് നാച്ചുറലാകണം. തേനും നാച്ചുറൽ ഹണി, റോ ഹണി ആകണം. ചുമ്മാ തേൻ അത് ലോകത്ത് എവിടെ നിന്ന് കിട്ടും? റോ ഹണിയാകണം. അതായത് ആ തേൻ അങ്ങനെ തന്നെ കൂട്ടിൽ നിന്ന് എടുത്ത് പച്ച തേൻ തേനീച്ച കൊണ്ടുവന്ന് വെച്ചു. അവിടെ രാസമാറ്റം, അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതകരമായ ശിഫായിൻ്റെ എല്ലാ സംഗതിയും റെഡിയായിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിങ്ങളുടെ പച്ചക്ക് എടുക്കുക, ചൂടാക്കാതെ വേറെ കൃത്രിമം ചേർക്കാതെ. അങ്ങനെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. അത് ഏറ്റവും നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ രോഗം വരുമ്പോഴല്ല, വരാതിരിക്കാൻ ഉപയോഗിക്കേണ്ട സംഗതിയാണ് തേൻ. ഡെയിലി നമ്മൾ ഒരു 1/2 ടീസ്പൂണോ കുടിക്കേണ്ടവരാണ്, ചെറിയ ചൂടുവെള്ളത്തിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിലൊക്കെ. അപ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ പാടെ മാറിപ്പോകും. രോഗങ്ങൾ വന്നാൽ നമുക്ക്, പ്രത്യേകിച്ച് ഈ അലർജി ടെൻഡൻസിയുള്ള മക്കൾക്കും നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു മരുന്നാണ് മഞ്ഞൾപ്പൊടി. നല്ല ശുദ്ധമായിട്ട് എടുക്കുക, നാച്ചുറൽ എടുക്കുക, ഈ റോ ഹണി എടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക, കഴിക്കുക. കുട്ടികൾക്കാവുമ്പോൾ ചെറുതേൻ വളരെ എഫക്റ്റ് ചെയ്യും. മുതിർന്നവർക്കാവുമ്പോൾ വൻതേൻ ഈ മരുന്നിൽ ചേർക്കുമ്പോൾ ഇനി 2 പേർക്കും വൻതേൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും അതൊക്കെ സംഘടിപ്പിച്ച് നോക്കുക. അതിന് വേണ്ടിയിട്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കഫാക്ക് ഹണി എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കോൺടാക്റ്റ് നമ്പറിൽ പോയാൽ നമുക്ക് കൃത്യമായിട്ട് റോ ഹണി, അതായത് പച്ചയായ, വേറെ ഒന്നും ഒരു കൈകടത്തലും ഇല്ലാത്ത തരത്തിൽ പച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് അത് കൃത്യമായിട്ട് വാങ്ങാൻ പറ്റും. നമ്മൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങളെല്ലാം കിട്ടും. ഉപയോഗപ്പെടുത്താൻ ഈ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പരമാവധി സംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്കതിനെ പിന്നെ ഒപ്പിക്കാൻ പറ്റും. ഏതായിരുന്നാലും സാന്ദർഭികമായി പറഞ്ഞതാണ്. നമ്മുടെ വീട്ടിൽ ഈ ഒരു അവസ്ഥാവിശേഷം നമ്മൾ ഈ ഒരു മരുന്നിൻ്റെ അവസ്ഥ കൊണ്ടുവന്നാൽ അതുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടും. അതുപോലെ തന്നെ മറവി രോഗങ്ങൾ, നമ്മുടെ കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഓർമ്മശക്തി കുറവ്, പഠിക്കാനുള്ള ഒരു പിന്നെ മെമ്മറി പവർ കുറവ്, അതിനൊക്കെ ഏറ്റവും നല്ലതല്ലേ, ഏറ്റവും നല്ല മരുന്നല്ലേ ഈ പിന്നെ ഇതേപോലെ ചെറിയ നുള്ളു മഞ്ഞപ്പൊടി എടുക്കുക, തേൻ ചേർക്കുക, കഴിക്കുക. അതേപോലെ തന്നെ പിന്നെ തേൻ കൊടുക്കുക മക്കൾക്ക്, ദിവസവും കൊടുക്കുക, അതൊക്കെ നല്ലതാണ്. ഈ പിന്നെ 6ാമത്തെ ഒരു കാര്യം, ചെറു പ്രാണികൾ കടിച്ച, പിന്നെ തേനീച്ച കടിച്ചു അല്ലെങ്കിൽ കടന്നൽ കടിച്ചു, കൊത്തി, അല്ലെങ്കിൽ അതേപോലെ പിന്നെ പഴുതാന, അതേപോലെ തേള്, ഇതൊക്കെ കൊത്തിയിട്ടുണ്ടാകുന്ന ചെറിയ വിഷാംശങ്ങൾ വലിയ പ്രശ്നമൊന്നായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പച്ച മഞ്ഞൾ നമ്മളെടുക്കുക,
നാച്ചുറലായിട്ട് പച്ചമഞ്ഞൾ എടുക്കുക, അത് അരയ്ക്കുക, പിന്നെ തുളസി ഇല ചേർക്കുക, അരയ്ക്കുക, രണ്ടും കൂടി ഇങ്ങോട്ട് പുരട്ടി കൊടുക്കുക. അത്ഭുതകരമായ മാറ്റം അവിടെ സംഭവിക്കുന്നതാണ്. അതിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. പിന്നെ ഏഴാമതൊരു കാര്യം, പ്രമേഹമുള്ള ആളുകൾ നെല്ലിക്ക നീരും അതേപോലെ തന്നെ ഈ പച്ചമഞ്ഞളിൻ്റെ ചതച്ച നീരും എടുത്തിട്ട് സമം ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്ക് വലിയ ഗുണം ചെയ്യുമെന്നെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ സംസാരങ്ങൾ, പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. തേനും മഞ്ഞളും നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കരമായൊരു കോമ്പിനേഷനാണ്. തേനും മഞ്ഞളും ചേർത്തുകൊണ്ടുള്ള, ഇപ്പോൾ കരളിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. മദ്യപാനം മൂലം പിന്നെ പല പ്രയാസങ്ങളായി പോയ ആളുകൾക്ക്, പിന്നെ മെഡിസിൻ ചില മരുന്നുകൾ കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് നമ്മുടെ കരളിന് ബാധിച്ച, ലിവറിന് പല പ്രശ്നങ്ങളും ബാധിച്ച ആളുകൾ, അതിന് തേനും മഞ്ഞളും അല്പം എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നൊരു ശൈലി ഉണ്ടെങ്കിൽ, സ്ഥിരമായിട്ടങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, പക്ഷേ ഒരു പാക്കേജ് പോലെ നമുക്ക് 7 ദിവസം കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ 11 ദിവസം അല്ലെങ്കിൽ 21 ദിവസമൊക്കെ കഴിക്കാവുന്നതാണ്. ഒരുപാട് മാറ്റങ്ങൾ അതുകൊണ്ടുണ്ടാകും. ഇടയ്ക്കിടെ വല്ലപ്പോഴൊക്കെ നമുക്ക് ആഴ്ചയിൽ 1, 2, 3 വട്ടമൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അതേപോലെ 9ാമത്തെ ഒരു കാര്യം, മുറിവുണങ്ങാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. മുറിവുണങ്ങാൻ ഏറ്റവും നല്ലതാണ്. ഒരു ആൻറ്റിബയോട്ടിക് പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ മഞ്ഞൾ എന്ന് പറയുന്നത് അതിൻ്റെ നാച്ചുറാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ 10ാമത്തെ, പാലിൽ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഒരല്പം ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ പല രോഗങ്ങളും പമ്പടക്കുന്നതാണ്. പല രോഗങ്ങളും മാറിപ്പോകുമെന്ന് പറയുന്നുണ്ട്. അതേപോലത്തെ അമിതാക്കാൻ പാടില്ല, ഇതൊന്നും ഓവറാക്കാൻ പാടില്ല, എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതും പറ്റില്ല. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, മരുന്നായിട്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി കഴിക്കുമ്പോൾ 21 ദിവസം ശരീരത്തിന് ഒരു സംഗതി പിടിക്കാൻ വേണ്ടിയാണ്, ശരീരത്തിനെ പിടിച്ചു വരാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ 11ാമത്തെ കാര്യം, സൗന്ദര്യം സൂക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, പച്ചമഞ്ഞൾ അരച്ച് സഹോദരിമാരൊക്കെ ചെയ്യുന്നുണ്ട്. അത് സൗന്ദര്യ വർധനവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൂടുതൽ ഭംഗിയാകാനും നമ്മുടെ ചർമ്മത്തിൻ്റെ, നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേർക്ക് ഈ മഞ്ഞളുമായി ബന്ധപ്പെട്ട റെമഡി കൊണ്ട് ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ ശരീരത്തിന് ദോഷമല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇവിടെ പ്രശ്നങ്ങൾ വരുന്ന എവിടെയാണെന്നറിയോ, നമ്മൾ പലപ്പോഴും പാക്കറ്റ് മഞ്ഞപ്പൊടികൾ വാങ്ങിക്കൊണ്ടുവരും. അത് എത്ര അറിയപ്പെട്ടതാണെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. കെമിക്കലുകൾ നമ്മൾ അറിയില്ല. അത് യഥാർത്ഥമായി മഞ്ഞൾപ്പൊടിയുടെ കളറ് തന്നെ യെല്ലോ ഷെയ്ഡ് തന്നെയല്ല, മഞ്ഞ കളറല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. അത് നാച്ചുറലായി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഇപ്പോൾ നാച്ചുറലായി നമുക്ക് ഇപ്പോൾ പൊടിപ്പിക്കുന്ന, നമുക്ക് ഇന്നൊരു സ്ഥലമുണ്ട് അവിടെ മഞ്ഞൾ പൊടിപ്പിക്കുന്നുണ്ട്, വേറെ ഒന്നും ചേർക്കുന്നില്ല, നമുക്ക് ലൂസായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മറ്റു പാക്കറ്റിലൊക്കെ പോകുന്നതിന് മുമ്പ് കിട്ടുന്നുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന ഒരു രൂപം, ആ രൂപത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ്. മഞ്ഞൾ കഴുകി റെഡിയാക്കിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നല്ല ഉണക്കായിട്ട് പൊടിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ്, അതായത് മഞ്ഞൾ രാജാവാക്കുന്ന കണ്ടൻറ്റാണ് കുർക്കുമിൻ. അത് നഷ്ടപ്പെട്ട് വളരെ ലോയിലേക്ക് വരും. കിലോ കണക്കിന് മഞ്ഞളൊക്കെ വേണ്ടി ഒരു ഇച്ചിരി കിട്ടാൻ കുർക്കുമിൻ. ഈ രീതിയിലാണെങ്കിൽ യഥാർത്ഥത്തിൽ മഞ്ഞൾ നമ്മൾ പിന്നെ കുക്കറിലോ മറ്റൊക്കെ വെച്ചിട്ട് പുഴുങ്ങിയിട്ട് അത് ഉണക്കിയിട്ട് പൊടിക്കുന്നൊരു സംവിധാനമുണ്ട്. അങ്ങനെയാണോ നോക്കണം നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സംവിധാനം. അങ്ങനെയാണെങ്കിൽ കുർക്കുമിൻ്റെ അംശം വലിയ കാര്യമായിട്ടൊന്നും പോകില്ല. നമുക്ക് കൂടുതൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചുമ്മാ കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിക്കുന്ന അവസ്ഥയല്ല, കുർക്കുമിൻ്റെ അംശങ്ങൾ നഷ്ടപ്പെടും. നമ്മൾ ചെയ്യേണ്ടത് അത് പുഴുങ്ങിയിട്ട് ഉണക്കുക, എന്നിട്ട് പൊടിക്കുന്നൊരവസ്ഥ. ആ അവസ്ഥയിലേക്ക് വന്നാൽ ഈ പറയുന്ന ബെനിഫിറ്റുകളെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ മഞ്ഞളിൻ്റെ 11 അത്ഭുത നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് ആരോഗ്യപരമായി നിലനിൽക്കാൻ, ശരീരത്തിൻ്റെ 90% രോഗങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് അതും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പരമാവധി ഓരോ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവരിൽ അള്ളാഹു നമ്മയും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരും, പ്രത്യേകിച്ച് അൻവർ ഹഫീസിൻ്റെ കുടുംബത്തെ അള്ളാഹു ചേർക്കട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു
بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله